റോഷിപാൽ നമ്മളുടെ വാർത്തകൾ അത് ജനങ്ങളിലേക്ക് എത്താതെ തടയുന്നു. അതും 1 മണിക്കൂർ പോലും തികയാതെ എവിടെയോ ഇതിനു വേണ്ടി മാത്രം ഒരു ഡെസ്ക് സ്ഥാപിക്കപ്പെട്ടതുപോലെ ന്യൂസ് കാർഡുകളടക്കം കാണാതെ പോകുന്നു എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം എല്ലാ മാധ്യമങ്ങളും ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയത് ആ വാദം പൊളിഞ്ഞു എന്ന തലക്കെട്ടോടു കൂടിയാണ്. ഈ കോൺഗ്രസ് ഹാൻഡിലുകളാകട്ടെ ആ നുണ പൊളിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനെതിരെ വലിയ പ്രചാരണം നടത്തുകയും ചെയ്തത്. കാരണം ഇതൊരു എന്താണ് പറയുക, ഇതൊരു അപ്ഡേഷനിലൂടെ സംഭവിച്ച ഒരു ടെക്നിക്കൽ എറർ ആണ് എന്നത് സംബന്ധിച്ച് ഇവിടുത്തെ സൈബർ പോലീസിന് മെറ്റ വിശദീകരണം നൽകി എന്നതായിരുന്നു ആ വാർത്തയുടെ വിശദാംശം. പക്ഷേ മെറ്റ അങ്ങനെ നൽകിയ ഒരു വിശദീകരണത്തിന്റെയും ഒരു കാർഡും ഒരു ഡോക്യുമെന്റും ഇവർക്കാർക്കും ഇതുവരെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നമുക്കതുണ്ട്, നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നമ്മളോട് മെറ്റ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് ആണ്, അല്ലാതെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സാങ്കേതിക പ്രശ്നമല്ല എന്നത്. മാധു, റിപ്പോർട്ടറിനെതിരെയുള്ള ഒരു വിലക്കിന്റെ ഭാഗമായി തന്നെയാണ് ഈ മെറ്റയെ സ്വാധീനിച്ച ഇത്തരത്തിൽ വാർത്തകൾ നീക്കം ചെയ്തത് എന്ന് വ്യക്തമായി കഴിഞ്ഞു. നേരത്തെ പറഞ്ഞതുപോലെ അപ്രഖ്യാപിത അടിയന്തരാവസ്ഥ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നതിന്റെ കൃത്യമായ തെളിവ് കൂടിയാണ് മെറ്റ ഒടുവിൽ റിപ്പോർട്ടർ നൽകിയ ഈ കത്ത്. കാരണം ഇത് കൃത്യമായി ഇത് നിയമപരമായി ചില കേന്ദ്രങ്ങളിൽ നിന്നും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വാർത്തകൾ നീക്കം ചെയ്തത് എന്ന് മെറ്റ വ്യക്തമാക്കുന്നതോടെ ഇനി ആരാണ് ആ നിയമ സംവിധാനം എന്നതാണ് അറിയേണ്ടത്. ഒന്നുകിൽ പോലീസ്, ഇനി സർക്കാർ നേരിട്ടാണോ, ഏത് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇങ്ങനെ ഒരു സന്ദേശം മെറ്റയ്ക്ക് നൽകിയത്, എത്രയും പെട്ടെന്ന് ഈ വാർത്തകൾ അത് നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടത്, എന്തുകൊണ്ട് റിപ്പോർട്ടറിൽ വന്ന മുഖ്യമന്ത്രി വി ഡി സതീശനെതിരെയുള്ള വാർത്തകൾ മാത്രം നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകി എന്ന ചോദ്യത്തിന് ഉത്തരം വേണം. ഏതെങ്കിലും തരത്തിൽ മെറ്റയുടെ അല്ലെങ്കിൽ ഫേസ്ബുക്കിന്റെ മാനദണ്ഡങ്ങൾ ലംഘിച്ചിട്ടില്ല ഈ വാർത്തകളിൽ നിന്ന് മെറ്റ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ഏതെങ്കിലും ഒരു ലീഗൽ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് വാർത്തകൾ വിലക്കുക, റിപ്പോർട്ടർ ടിവിയുടെ വായടപ്പിക്കുക എന്ന ദുരുദ്ദേശമാണ് അവിടെ ഉണ്ടായിരുന്നത്. അത് പൊതുസമൂഹത്തിൽ നിന്നും കടുത്ത എതിർപ്പ്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്നുൾപ്പെടെ ഈ വാർത്ത നീക്കം ചെയ്ത നടപടിക്കെതിരെ രോഷമുയർന്ന സാഹചര്യത്തിൽ കൂടെയാണ് മുഖ്യമന്ത്രി വി ഡി സതീശൻ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു മറുപടി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. അന്ന് പറഞ്ഞ നേരത്തെ PR സുനിൽ പറഞ്ഞതുപോലെ ഞാനോ എന്റെ ആളുകളോ അങ്ങനെ ഒരാവശ്യം മെറ്റയോട് ഉയർത്തിയിട്ടില്ല. വേണമെങ്കിൽ മെറ്റയോട് പറയാം തനിക്കെതിരെയുള്ള വാർത്തകൾ എല്ലാം പുനഃസ്ഥാപിക്കണമെന്ന്. അങ്ങനെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടും അങ്ങനെ ഒരു കത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നോ മുഖ്യമന്ത്രിയുടെ ബന്ധപ്പെട്ട ആളുകളിൽ നിന്നോ പോയിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ അവിടെ വാർത്താ സമ്മേളനത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങൾ മുഖ്യമന്ത്രി പറഞ്ഞു. എന്തിനാണ് പൊതുസമൂഹത്തെ മുഖ്യമന്ത്രിയും സർക്കാരും തെറ്റിദ്ധരിപ്പിച്ചത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പ്രധാനപ്പെട്ട ചില മാധ്യമങ്ങളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് റിപ്പോർട്ടർ പുറത്തുവിട്ട വിവരങ്ങൾ ഈ മെറ്റ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടിട്ടില്ല എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നാണ് അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടുമില്ല. പക്ഷേ ഈ ലോക്കൽ ലീഗൽ റിക്വയർമെന്റ് എവിടെ നിന്ന് വന്നു എന്ന കാര്യം അന്വേഷിക്കപ്പെടേണ്ടതാണ്. മാധു, ഇത് സർക്കാർ സംവിധാനത്തിന് മാത്രമേ ഈ വാർത്ത നീക്കം ചെയ്യാൻ ആവശ്യപ്പെടാൻ സാധിക്കുകയുള്ളൂ. അത് ഏതെങ്കിലും ഒരു മാധ്യമ സ്ഥാപനത്തിന്റെ മാത്രമാണ് ആ വാർത്തകൾ നീക്കം ചെയ്യുന്നത്. ഇത് റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയല്ല. ഏതെങ്കിലും ഇപ്പോൾ എതിർ രാഷ്ട്രീയ കക്ഷികൾ അവരുടെ നേതാക്കളുടെ പ്രസ്താവനകൾ, ഇപ്പോൾ ബിനോയ് വിശ്വത്തിന്റെ പ്രസ്താവന ഉൾപ്പെടെ നീക്കം ചെയ്ത വാർത്തകളിൽ പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടാണ് അത് റിപ്പോർട്ടർ ടിവിയുടെ വാർത്തയായിരുന്നില്ല? അത് എല്ലാ മാധ്യമങ്ങളും ആ വാർത്ത നൽകിയിരുന്നു. പക്ഷേ റിപ്പോർട്ടറിൽ വന്ന ആ വാർത്തയുടെ കാർഡ് മാത്രം നീക്കം ചെയ്യുന്നു. അതാണ് ഏറ്റവും ദുരൂഹമായ ഇടപെടൽ ഉണ്ടായെന്ന സംശയം. സർക്കാർ സംവിധാനത്തിന്റെ ഭാഗമായുള്ള ഏതോ ഒരു ഉദ്യോഗസ്ഥൻ, അത് ഏത് ഉദ്യോഗസ്ഥനാണ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണ് ആ കത്ത് പോയിരിക്കുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ വ്യക്തത വരുത്തേണ്ടതും മെറ്റ തന്നെയാണ്. മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വിശദീകരണം നൽകിയത് എന്ന ചോദ്യമുണ്ട്. അതിന്റെ ഉത്തരവും വിശദീകരണമായി മുഖ്യമന്ത്രി വരും ദിവസങ്ങളിൽ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മാധ്യമങ്ങളിലൂടെ ഇത് സാങ്കേതിക പിഴവാണെന്ന പ്രചാരണം നടത്തിയത് ആരാണ്? അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചത് ഏത് കേന്ദ്രത്തിൽ നിന്നാണ്? പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അങ്ങനെ ഒരു വാർത്ത ആരാണ് പ്രചരിപ്പിച്ചത്? അത് സർക്കാരാണോ പോലീസാണോ? പോലീസാണെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടി വരിക ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയായിരിക്കും. ഇനി സർക്കാർ സംവിധാനമാണെങ്കിൽ അതിന്റെ ഉത്തരം പറയേണ്ടതിന്റെ നമ്മളടക്കമുള്ള മാധ്യമപ്രവർത്തകർ ചോദിച്ചു, സർ അങ്ങയുടെ ഓഫീസിൽ നിന്ന് പോയിട്ടില്ലെങ്കിൽ പോലീസിൽ നിന്ന് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അതിന് സതീശൻ മറുപടി പറഞ്ഞു. മാധു, അതിന് കൃത്യമായ മറുപടി പറഞ്ഞില്ല. ഇനി അതിനപ്പുറത്തേക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന പ്രചാരണമാണ്. ഇത് AI സാങ്കേതിക വിദ്യയിലെ പിഴവാണ്. അത് കൃത്യമായി പോലീസിന് മെറ്റയുടെ മറുപടി വന്നു എന്നാണ് മാധ്യമങ്ങളിൽ വന്ന വാർത്ത. അത് വ്യാപകമായി പ്രചരിപ്പിക്കപ്പെടുകയും ചെയ്തു. ആരാണ് ആ വാർത്തയ്ക്ക് പിന്നിൽ? അങ്ങനെ ഒരു സാങ്കേതിക പിഴവാണെന്ന് മെറ്റ
ഏതെങ്കിലും തരത്തിൽ പോലീസിനെയോ സർക്കാരിനെയോ വിവരം അറിയിച്ചോ, അല്ലെങ്കിൽ ഈ വാർത്ത നൽകിയ മാധ്യമങ്ങൾക്ക് ആ വിവരം രേഖാമൂലം നൽകിയോ? അതിന്റെ ഉത്തരം പറയേണ്ടതും ഈ മാധ്യമങ്ങളും ഈ പോലീസ് സംവിധാനവുമാണ്. അല്ലെങ്കിൽ പോലീസ് സംവിധാനത്തെ അവിടെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ട് മാധ്യമങ്ങൾ തെറ്റായ വാർത്ത നൽകി. സ്വാഭാവികമായി ഇതിൽ സംശയമുനയുള്ള കേരള പോലീസും മുഖ്യമന്ത്രിയും ഇതിൽ അന്വേഷണം നടത്തേണ്ടിയിരിക്കുന്നു. കാരണം ഇത് റിപ്പോർട്ടർ ടിവിക്കെതിരെയുള്ള വലിയ ഗൂഢാലോചന കൂടിയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസമായി നടന്ന ഗൂഢാലോചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഗൂഢാലോചനയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ സംശയമുനയുള്ള മുഖ്യമന്ത്രിക്ക് അതിന്റെ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരാനുള്ള അവസരം കൂടിയാണിത്. സ്വാഭാവികമായി ഇതിൽ ഒരു അന്വേഷണം വന്നു കഴിഞ്ഞാൽ അതിന്റെ സത്യാവസ്ഥ മെറ്റ തന്നെ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആരാണ് കത്ത് നൽകിയതെന്ന് മെറ്റ വെളിപ്പെടുത്തും. അതോടുകൂടി ആ ഗൂഢാലോചന വെളിപ്പെടുകയും ചെയ്യും. അതിൽ സ്വാഭാവികമായും നിയമ നടപടിയിലേക്ക് പോകേണ്ടി വരികയും ചെയ്യും. എന്തിനാണ് റിപ്പോർട്ടർ ടിവിയെ മാത്രം ഇവിടെ ടാർഗറ്റ് ചെയ്തത് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് വരും ദിവസങ്ങളിൽ പുറത്തു വരിക. ഇത്രയും വിവരങ്ങൾ മെറ്റ പങ്കുവച്ച സാഹചര്യത്തിൽ ആരാണ് ആ കത്ത് നൽകിയത്, റിപ്പോർട്ടറിലെ മാത്രം വാർത്തകൾ നീക്കം ചെയ്യാൻ നിർദ്ദേശിച്ചത് ആരാണെന്ന കാര്യവും മെറ്റ വെളിപ്പെടുത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബുധനാഴ്ച നടക്കുന്ന മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ കൂടുതൽ വ്യക്തമായ ഉത്തരം മുഖ്യമന്ത്രി നൽകുമെന്നും പ്രതീക്ഷിക്കുന്നു. മാധു.